Hi everyone, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അതിന്റെ പാർട്ട് 1 ആണ്. ഈ വീഡിയോയിൽ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്, അത് ബേസ് ചെയ്തിട്ടുള്ള ടേംസ്, ടോപ്പിക്സ്, പിന്നെ ഡിഫറൻഷ്യബിലിറ്റി ജസ്റ്റ് ആ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. Continuity. Suppose f is a real function on a subset of the real numbers and let c be a point in the domain of f. f എന്ന് പറയുന്നത് എന്താണ്? റിയൽ ഫംഗ്ഷൻ ഓൺ a subset of the real numbers. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സബ്സെറ്റിൽ ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. let c be a point in the domain of f. f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈനിലെ ഒരു പോയിന്റ് ആണ് c എന്ന് പറയുന്നത്. then f is continuous at c. അപ്പോൾ അങ്ങനെയാണെങ്കിൽ f എന്ന് പറയുന്ന ഫംഗ്ഷൻ c എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? if limit x tends to c, f of x is equal to f of c. ക്ലിയർ ആയല്ലോ? ലിമിറ്റ് x tends to c. ഓക്കെ, x സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ f of x ന്റെ വാല്യൂ എന്താവും? f of c ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ലിമിറ്റ് x tends to c f of c ആവുമ്പോൾ അതിന്റെ മീനിങ് എന്താ? f എന്ന് പറയുന്നത് c എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, if the left hand limit, right hand limit and the value of the function at x equal to c exist and equal to each other, then f is said to be continuous at x equal to c. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ ഓഫ് f at x equal to c, അതായത് f of x when x equal to c അങ്ങനെയാവുമ്പോൾ ഈ മൂന്നും ഈക്വൽ ടു ഈച്ച് അതർ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇക്വൽ ടു സി എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇക്വൽ ടു സി. ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ്, സിയുടെ മുകളിലൊരു മൈനസ്, ഇത് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, സി മൈനസ് എന്ന് പറയുമ്പോൾ സിക്ക് ബിഫോർ ഉള്ള വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് എക്സ്. ഇതിനാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരിക്കും? ജസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് ആണ് വരിക, അത്രയേ ഉള്ളൂ. ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, സി പ്ലസ് വാല്യൂസ്. ഓക്കെ, if f is not continuous at c, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണ്? സപ്പോസ് c എന്ന് പറയുന്ന പോയിന്റിൽ f കണ്ടിന്യൂസ് അല്ലെങ്കിൽ തിരിച്ചു നമ്മൾ എന്താ പറയാ? f is discontinuous at the point c and ആ പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ സീനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അപ്പോൾ എന്തായിരിക്കും? സി ആയിരിക്കും. നെക്സ്റ്റ്, കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ ഇൻ ആൻ ഇന്റർവൽ. A function f is continuous over the open interval a comma b if and only if it's continuous on every point in open interval a comma b. അപ്പോൾ നമുക്കറിയാം രണ്ട് ഇന്റർവൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പൺ ഇന്റർവലും ക്ലോസ്ഡ് ഇന്റർവലും. ഓപ്പൺ ഇന്റർവൽ എന്ന് പറയുമ്പോൾ എന്താ? ഇങ്ങനെ നമ്മൾ കർവ് ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല n പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, മനസ്സിലായോ? അതിന്റെ ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? എയും ബിയും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ അതേസമയം ക്ലോസ്ഡ് ഇന്റർവൽ ആണെങ്കിലോ, ക്ലോസ്ഡ് ഇന്റർവൽ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എയും ബിയും പിന്നെ ഇൻ ബിറ്റ്വീൻ വാല്യൂസും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഓപ്പൺ ഇന്റർവൽ എ കോമ ബിയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ എഫ് എന്തായിരിക്കണം? എ കോമ ബിയിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. if f അതായത് f is continuous over the closed interval, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ഇന്റർവൽ a കോമ ബിയിൽ ഇതേപോലെ f കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? if it is continuous on open interval a comma b, then right sided limit of f at x equal to a is f of a and left sided limit of f at x equal to b is f of b. അതായത് കണ്ടിന്യൂസ് ഓപ്പൺ ഇന്റർവൽ a കോമ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ a ബിയിൽ f കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നെ അത് മാത്രമല്ല റൈറ്റ് സൈഡഡ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് ഇക്വൽ ടു എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എ ആയിരിക്കും. ലെഫ്റ്റ് സൈഡഡ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എക്സ് ഇക്വൽ ടു ബി എന്തായിരിക്കും? എഫ് ഓഫ് ബി ആയിരിക്കും. നെക്സ്റ്റ് ഓൺ ഡിസ്കണ്ടിന്യൂറ്റി. A function f of x will be discontinuous at x equal to a if. ഓക്കെ, അതായത് മൂന്ന് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിൽ ഓരോന്നിലും ഓരോ ടേംസ് ഉണ്ട്. ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി, ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ലാസ്റ്റ് വൺ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞാൽ എന്താ? ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ആർ ഫൈനൈറ്റ് ബട്ട് അൺഈക്വൽ, നോട്ട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും,
ഫൈനൈറ്റ് ആയിരിക്കും വാല്യൂ, പക്ഷെ ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ഇതിനെയാണ് ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നത്. മനസ്സിലായോ? സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ, അതായത് നോർ ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് എന്നാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല അറ്റ് ദ പോയിന്റ് x equal to a. ഇനി റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞാൽ എന്താ? ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് x tend to the point a axis and are equal, but their common value is not equal to f of a. Okay, ഇപ്പോൾ ഫസ്റ്റ് കൈൻഡിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും, ഫൈനൈറ്റ് ആണ്, പക്ഷെ ഒരിക്കലും ഈക്വൽ അല്ല. സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റിയിൽ എന്താണ്? ഈ രണ്ട് ലിമിറ്റ്സും എന്തായിരിക്കും? എക്സിസ്റ്റ് ചെയ്യും, ഈക്വൽ ആയിരിക്കും ചെയ്യും, പക്ഷെ ഒരിക്കലും എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ, അതായത് എഫ് ഓഫ് എ അതിലേക്ക് ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയാം. If functions f and g are continuous at x equal to a, then f plus g, ഈ functions f plus g is continuous at x equal to a. അതായത് f ഉം g ഉം x equal to a ൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ f plus g ഉം x equal to a ൽ കണ്ടിന്യൂസ് ആണ്. f minus g ഉം x equal to a ൽ കണ്ടിന്യൂസ് ആണ്. f dot g continuous at x equal to a. f divided by g അതും കണ്ടിന്യൂസ് ആണ് at x equal to a if g of a not equal to 0. കാരണം ഇപ്പോൾ ഡിനോമിനേറ്റർ നോർമലി നമ്മൾ ഡിവിഷനിൽ നമ്മൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. സോ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആവണമെങ്കിൽ ജി ഓഫ് എ മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് ജി ഓഫ് എ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് കണ്ടിന്യൂസ് അല്ല, പകരം എന്താ? ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആണ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, കണ്ടിന്യൂറ്റി ഓഫ് സം കോമൺ ഫംഗ്ഷൻസ്. ചില കോമൺ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് കോളം തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആണ്, ഫംഗ്ഷൻ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർവെൽ വെയർ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. സോ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വാല്യൂ എക്സ് സി. അപ്പോൾ ഇന്റർവെൽ വെയർ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ആണ് ഇവിടെ റൈറ്റ് കോളം തന്നിരിക്കുന്നത്. അതായത് ആർ ആണ്, അതായത് റിയൽ നമ്പേഴ്സിന്റെ ആ സെറ്റ്. നെക്സ്റ്റ് വൺ ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അതിനും എഗെയിൻ ആറ് തന്നെയാണ് ഇന്റർവെൽ വരിക. അപ്പോൾ ആറിലെ എല്ലാ വാല്യൂസിലും നമ്മുടെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ പോളിനോമിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. പോളിനോമിയൽ എന്ന് പറയുമ്പോൾ nth ഡിഗ്രി നമ്മൾ ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാറില്ലേ. അപ്പോൾ a naught x raised to n plus a1 x raised to n minus 1 plus etc up to an. അപ്പോൾ അതിൻ്റെയും ഇതേപോലെ സെയിം ആറ് തന്നെയാണ് ഇന്റർവെൽ വരിക. നെക്സ്റ്റ് വൺ റാഷണൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റാഷണൽ. അപ്പോൾ റാഷണൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്രഷൻസ്, അതായത് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്താ? ക്യൂ ഓഫ് എക്സ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. ക്ലിയർ ആയി? അപ്പോൾ ഇവിടെ ആർ മൈനസ്, അപ്പോൾ ആ ഒരു കണ്ടീഷൻ എടുക്കണം. കാരണം എന്താ? ക്യൂ ഓഫ് എക്സ് 0 ആവാൻ പാടില്ല. അപ്പോൾ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഗെയിൻ ആർ എന്നുള്ള വാല്യൂസ് ആണ്. എക്സ് റേസ് ടു മൈനസ് എൻ. എക്സ് റേസ് ടു മൈനസ് എന്നിൽ n പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ മൈനസ് നൾ സെറ്റ് ആണ്. ഇത് ആറ് തന്നെയാണ് വരിക. നെക്സ്റ്റ് വൺ സൈൻ എക്സ്, കോസ് എക്സ്, ഇ റേസ് ടു എക്സ്. ഇതിന്റെ മൂന്നെണ്ണത്തിനും എഗെയിൻ ആറ് തന്നെയാണ് വരിക. ടാൻ എക്സും സീക്ക് എക്സും സെയിം, അതായത് സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ചെയ്ത് എഴുതിയതാണ്. ആർ മൈനസ് 2n plus 1 into pi by 2. ക്ലിയർ ആയി? ആറിൽ നിന്ന് ഇത് നമുക്ക് അതായത് ഇത് മാറ്റണം, റിമൂവ് ചെയ്യണം. ദാറ്റ് ഇസ് ആ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. 2n plus 1 into pi by 2. വേർ n എന്ന് പറയുന്നത് എന്താ? ഇൻറ്റിജേഴ്സിൽ സെഡിൽ ഇൻക്ലൂഡഡ് ആണ്. കോട്ട് എക്സ്, കോസീക്ക് എക്സ്, അതിൽ ആർ മൈനസ് എൻ പൈ ആണ് വരിക. ഇൻ ലോഗ് എക്സിന്റെ എന്താ വരിക? 0, ഓപ്പൺ ഇന്റർവൽ 0, നെക്സ്റ്റ് വൺ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പറയുമ്പോൾ ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഡൊമൈൻസ്, അതായത് ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാവല്ലോ. ഇപ്പോൾ സൈൻ ഇൻവേഴ്സിന്റെ, കോസ് ഇൻവേഴ്സിന്റെ അതിന്റെ കറസ്പോണ്ടിങ് ഡൊമൈൻസ് ഉണ്ടാവല്ലോ. അപ്പോൾ ഓരോന്നിന്റെ റെസ്പെക്റ്റീവ് ഡൊമൈൻസ് അനുസരിച്ചാണ് ഇന്റർവൽ വരിക. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഫ് ഒ ജി ഓഫ് എക്സ്, അതായത് ഇതാണ് ഈ എഫ് നോട്ട് ജി ഉദ്ദേശിക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് കോമ്പോസിറ്റ് എന്നാണ് പറയുക, അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇഫ് ജി ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ജി of a, then f not g of x എന്ന് പറയുന്നത് എന്താ? it will be continuous at x equal to a. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വരുന്നുണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ g of x എന്ന് പറയുന്നത് x equal to a ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ, f of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് at g of a ആണെങ്കിൽ, then f not g of x, അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടിന്യൂസ് at x equal to a ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഡിഫറൻഷിയബിലിറ്റി. സപ്പോസ്
f is a real function and c is a point in its domain. f എന്ന് പറയുന്നത് real function, c അതിന്റെ ഡൊമെയിനിൽ ഒരു point. The derivative of f at c, f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് at c is defined by limit h tends to 0 f of c plus h minus f of c divided by h. നമ്മൾ നോർമലി പറയാറില്ലേ, ഒരു particular ചേഞ്ച് ഒരു ഫംഗ്ഷനിൽ വന്നാൽ ആ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുള്ള വാല്യൂ, അതായത് ഫൈനൽ വാല്യൂ മൈനസ് ആ ഇനീഷ്യൽ വാല്യൂ, ചേഞ്ച് ഇല്ലാതിരുന്ന ആ വാല്യൂ ഡിവൈഡഡ് ബൈ എത്രയാണോ ചേഞ്ച് വന്നത് അത്. അപ്പോൾ നോർമലി നമ്മൾ അങ്ങനെ ജനറലി ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ സോ അതിന്റെ ബേസിസിൽ തന്നെ ലിമിറ്റ് h ടെൻസ് ടു 0, ഈ h എന്ന് പറയുന്നതാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. പക്ഷെ അത് ടെൻസ് ടു 0 എന്ന് പറയുന്ന മീനിങ് എന്താ, അത് അത്രയും ഇൻഫിനിറ്റെസിമലി സ്മോൾ ആണ്. ക്ലിയർ ആയോ? h വിൽ ഓൾവേസ് അപ്രോച്ച് ടു 0. ആ കേസിലാണ് f ഓഫ് c പ്ലസ് h മൈനസ് f ഓഫ് c ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഇതിനാണ് ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുക. പ്രൊവൈഡഡ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിലാണ് ഡിഫറൻഷ്യബിലിറ്റിയുടെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുക. ഡെറിവേറ്റീവ് ഓഫ് f at c is denoted by, നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ടേംസ് ആണ് f dash of c or d by dx of f of x at c. ഓക്കെ, ഇതാണ് at c ആണ് ഉദ്ദേശിക്കുന്നത്. The function defined by f dash of x is equal to limit h tends to 0 f of, ഇവിടെ x ആണ്, so f of x plus h minus f of x divided by h. A function is differentiable at a point c in its domain if both the limits, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ്, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതേപോലെ ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇപ്പോൾ 0 h ടെൻസ് ടു 0 ആണെങ്കിൽ h ടെൻസ് ടു 0 മൈനസ് ഈ വാല്യൂ, h ടെൻസ് ടു 0 പ്ലസ് ഈ വാല്യൂ, ഇത് രണ്ടും എന്തായിരിക്കും, ഫൈനൈറ്റും ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ f is differentiable at the point c. A function is said to be differentiable in an interval, either closed interval ab, if it is differentiable at every point of closed interval a comma b. Okay, ആ closed interval a comma b ലെ എല്ലാ പോയിന്റ്സിലും f differentiable ആണെങ്കിൽ അതിന്റെ അർത്ഥം function is differentiable in that interval. ഇനി a function is said to be differentiable in an interval, open interval a comma b. Again നേരത്തെ പറഞ്ഞ പോലെ തന്നെ it is differentiable at every point of the open interval a comma b. ഇനി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ഇഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x is finitely derivable at any point of its domain, it's necessarily continuous at that point. അതായത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് ഫൈനൈറ്റ്ലി ഡിറൈവബിൾ, അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇൻ എനി പോയിന്റ് ഓഫ് ഇറ്റ്സ് ഡൊമെയിൻ, then it is necessarily continuous at that point. അപ്പോൾ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതിലത്തെ ഡൊമെയിൻ, അതായത് ആ ഫംഗ്ഷന്റെ ഡൊമെയിനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിറൈവബിൾ ആണ്. ഡിറൈവബിൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഫൈനൈറ്റ്ലി ഡിറൈവബിൾ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് നെസസറിലി, അങ്ങനെയാണെങ്കിൽ ആ f എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് ആയിരിക്കും. ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് കേസ്, അതായത് ജസ്റ്റ് റിവേഴ്സ് കേസ്, കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, സപ്പോസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആണ്, അത് ഒരിക്കലും ട്രൂ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ട്രൂ ആവാം, ആവാതിരിക്കാം, ട്രൂ ആയിരിക്കണം എന്നൊരിക്കലും നിർബന്ധമില്ല. ഡെറിവേറ്റീവ്. The derivative of a function f of x with respect to the variable x is represented by dy by dx or f dash of x. അപ്പോൾ f of x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് dy by dx or f dash of x, and it is given by limit h tends to 0 f of x plus h minus f of x divided by h. ഓക്കെ, നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് dy by dx or f dash of x എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ രണ്ട് വേരിയബിൾസ് നമുക്ക് നോക്കാം, അതായത് യുവും വിയും. യു പ്ലസ് ഓർ മൈനസ്, ഒന്നെങ്കിൽ യു പ്ലസ് വി അല്ലെങ്കിൽ യു മൈനസ് വി. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യു ഡാഷ് പ്ലസ് ഓർ മൈനസ് വി ഡാഷ്. ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. യു ഇൻറ്റു വി ഹോൾ ഡാഷ്, ഈ ഡാഷ് ഉദ്ദേശിക്കുന്നത് എന്താ, ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെബനിറ്റ്സ് ഓർ പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഇപ്പോൾ യു ഡാഷ് ഇൻറ്റു വി പ്ലസ് സെക്കൻഡ് ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ ഇത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. അതാണ് യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് കോഷ്യൻ റൂൾ, അതായത് യു ബൈ വി ഫോം വരികയാണെങ്കിൽ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം വരികയാണെങ്കിൽ യു ബൈ വി ഹോൾ ഡാഷ് എന്താ, യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ഡിവൈഡ് ബൈ വി സ്ക്വയർ, വേർ ഇവിടെ കണ്ടീഷൻ എന്തായിരിക്കും, ഡിനോമിനേറ്റർ മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. ഇതിനാണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ബേസിക് ഡെറിവേറ്റീവ് ഫോർമുല നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്
ഓപ്പൺ ഇൻ്റർവൽ -1, 1 d by dx of cos inverse x is equal to -1 divided by root of 1 minus x square. എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സിന്റെ 1 by root of 1 minus x square ആണ്, കോസ് ഇൻവേഴ്സിന്റെ -1 by root of 1 minus x square ആണ്. എഗിൻ ആ സെയിം ഇന്റർവൽ തന്നെ d by dx of tan inverse x എന്താ 1 by 1 plus x square ആണ്. ക്ലിയർ ആയി? അപ്പോൾ tan ഇൻവേഴ്സിന്റെയും കോട്ട് ഇൻവേഴ്സിന്റെയും കമ്പയർ ചെയ്ത് പഠിക്കാം. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ -1 by 1 plus x square ആണ്. അതിന്റെ ഇന്റർവൽ എന്ന് പറയുന്നത് -∞ to ∞. ഇനി sec ഇൻവേഴ്സ് എക്സിന്റെ എന്താ വരിക 1 divided by modulus x into root of x square minus 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊസീക് ഇൻവേഴ്സിന്റെ എന്താ വരിക -1 by x modulus x into root of x square minus 1. ഇതിന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റർവൽ എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -∞, -1 യൂണിയൻ 1, ഓക്കെ. അപ്പോൾ എപ്പോഴും ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ പ്ലസ് മൈനസ് ടേംസ് കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. Next one, derivative of composite function. If f and g are differentiable, then the derivative f naught g. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ f o g, അതായത് സ്മോൾ ലെറ്റർ o ആണ് ഇവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ f naught g എന്നും പറയാം. അപ്പോൾ f അതായത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. f o g was expressed as f o g whole dash, അതായത് ഡെറിവേറ്റീവ് ആണ് d by dx of f of g of x ആണ്. ഓക്കെ, ദാറ്റ് ഈസ് d by dx of f of g of x ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ f dash of g of x into g dash of x, ഇതാണ് അതിന്റെ മീനിങ്. അതായത് f dash o g into g dash, ഇങ്ങനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നെക്സ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് d by dx of f of x, y എന്ന് പറയുന്നത് എന്തായിരിക്കും g of x, y. f ഉം g ഉം ഫംഗ്ഷൻസ് ഓൺ x and y ആണ്. ഇനി f of x yയുടെ d by dx എന്ന് പറയുന്നത് എന്തായിരിക്കും g എന്നത് ഫംഗ്ഷൻ g of x y ആയിരിക്കും. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി ടോപ്പിക്സ് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.